ഫോൺ ഉപയോഗിക്കാതെ 8 മണിക്കൂർ ചെലവഴിച്ച ചൈനീസ് യുവതിക്ക് 1 ലക്ഷം രൂപ സമ്മാനം. ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് വീണ്ടും ബ്രേക്കിംഗ്. ഇന്നും ബ്രേക്കിംഗ് ആണല്ലോ. വീണ്ടും ബ്രേക്കിംഗ് അലാം അടിച്ചിരിക്കുന്നു. നമുക്കൊപ്പം അർജുൻ കല്യാണാണ് ബ്രേക്കിംഗുമായി പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ മുന്നിൽ നിൽക്കുന്നത്. അർജുൻ കല്യാൺ, വെരി ഗുഡ് മോർണിംഗ്. തുടർച്ചയായ നമ്മുടെ രണ്ടാമത്തെ ബ്രേക്കിംഗ് അലാമമാണ്. എന്തെങ്കിലും സംഭവിച്ചോ കണ്ണൂരിൽ? എന്താണാവോ വിശേഷം? അരുണെ, കണ്ണൂരിൽ ഇന്നലെ സംഭവിച്ചത് എന്താണെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അത് സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണ്. പുതിയ വെടിക്കെട്ട്, യഥാർത്ഥ വെടിക്കെട്ട് ആരംഭിക്കാൻ പോകുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് കോൺഗ്രസിൽ നിന്ന് വരുന്ന വാർത്ത. കോൺഗ്രസിൽ കൂടുതൽ പേർ രാജിക്കൊരുങ്ങുന്നു. കല്യാശ്ശേരി, അതുപോലെ തന്നെ പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിക്ക് കീഴിലുള്ള മണ്ഡലം പ്രസിഡന്റുമാർ, മണ്ഡലം സെക്രട്ടറിമാർ, ജനറൽ സെക്രട്ടറിമാർ, യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹികളെല്ലാം തന്നെ രാജിവെക്കാനുള്ള സന്നദ്ധത അറിയിച്ചിരിക്കുകയാണ്. പല നേതാക്കളും പാർട്ടിയോട് നിസ്സഹകരണം പ്രഖ്യാപിച്ചുകൊണ്ട് സംഘടനയിൽ നിന്നും മാറി നിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനം കൂടി എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ബ്രേക്കിംഗ് വാർത്ത. MK രാഘവൻ MPക്കെതിരെയുള്ള പ്രതിഷേധം ഇന്നലെ മുതൽ തന്നെ നമ്മൾ കണ്ടതാണ്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിൽ ചില മണ്ഡലം ഭാരവാഹികൾക്കെതിരെ DCC നടപടിയെടുത്തത്. അതിന് തൊട്ടു പിന്നാലെ പരസ്യമായിട്ടുള്ള പ്രതിഷേധം. ഇന്നലെ MK രാഘവൻ MPയുടെ കോലം ഉൾപ്പെടെ കത്തിച്ചുകൊണ്ട്, ആ കോലത്തിൽ ചെരുപ്പ് കൊണ്ട് മുഖത്തടിച്ചുകൊണ്ടുള്ള പ്രതിഷേധം ഉൾപ്പെടെ കണ്ടു. എന്നാൽ അതെല്ലാം തന്നെ സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണ്. യഥാർത്ഥ കോൺഗ്രസിനകത്തുള്ള ഒരു പൊട്ടിത്തെറി, ഒരു വലിയ വെടിക്കെട്ട് ആരംഭിക്കാൻ വേണ്ടി പോകുന്നതേ ഉള്ളൂ എന്നാണ് കോൺഗ്രസ് ക്യാമ്പിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം. കൂടുതൽ നേതാക്കന്മാർ പയ്യന്നൂർ, കല്യാശ്ശേരി തുടങ്ങിയിട്ടുള്ള ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിക്ക് കീഴിലുള്ള മണ്ഡലം കമ്മിറ്റികളുടെ പ്രസിഡന്റുമാർ തന്നെ, സെക്രട്ടറിമാർ, ജനറൽ സെക്രട്ടറിമാർ തുടങ്ങിയിട്ടുള്ള നേതാക്കൾ തന്നെ രാജ്യസന്നദ്ധത അറിയിച്ചിരിക്കുന്നു എന്നതാണ് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് അർജുൻ ഒന്ന് വിശദീകരിച്ചു കൊടുക്കൂ. മാടായി കോളേജിൽ എന്താണ് സംഭവിച്ചത്? അതിനുശേഷം എങ്ങനെയാണ് കുഞ്ഞിമംഗലം മണ്ഡലം കമ്മിറ്റി അടക്കം രാജിവെക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയത്? പ്രിയപ്പെട്ട പ്രേക്ഷകരെ ശ്രദ്ധിച്ച് കേൾക്കുക. ഈ വിഷയം ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്നൊരു വാർത്തയാണ്. MK രാഘവൻ MPക്കെതിരായ പ്രതിഷേധം എങ്ങനെയാണ് ഉണ്ടായത്, എന്താണ് സംഭവിച്ചതെന്ന് അർജുൻ പറയും. അർജുൻ, മാടായി കോളേജിൽ അധ്യാപക നിയമനത്തിനുള്ള ഇന്റർവ്യൂ നടക്കുന്നു. ഇനി എന്താണ് സംഭവിച്ചത്? അരുൺ, മാടായി കോളേജിലെ സ്റ്റാഫ് നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് MK രാഘവൻ MPയുടെ ബന്ധുവായിട്ടുള്ള ഒരു CPIM അനുഭാവിക്ക് ഇത്തരത്തിൽ നിയമനം നൽകുന്നതിന് വേണ്ടി MK രാഘവൻ MP ചെയർമാനായിട്ടുള്ള ഒരു ഭരണസമിതി തീരുമാനിക്കുന്നു. ആ തീരുമാനത്തിനെതിരെ പ്രദേശത്തുള്ള മറ്റ് കോൺഗ്രസ് നേതാക്കൾ പാർട്ടി നേതൃത്വത്തെ സമീപിക്കുന്നു. ഇത്തരത്തിൽ നിയമനം നൽകാൻ വേണ്ടി പാടില്ല എന്ന് 300ഓളം പേർ ഒപ്പിട്ടിട്ടുള്ള കത്ത് KPCCക്കും DCC നേതൃത്വത്തിനും ഉൾപ്പെടെ കൈമാറി. പക്ഷേ പിന്നീടും ഈ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടികൾ ഈ MK രാഘവൻ MPയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി മുന്നോട്ട് കൊണ്ടുപോയി. അങ്ങനെയാണ് ഈ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇൻ്റർവ്യൂ കോളേജിൽ നടക്കുന്നത്. ആ ഇൻ്റർവ്യൂ നടക്കുന്ന സമയത്ത് ഈ മറ്റ് കോൺഗ്രസ് നേതാക്കൾ, ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ അവിടെ എത്തുകയും ഈ ഇൻ്റർവ്യൂ നടക്കുന്ന ഹാളിലേക്ക് ഉൾപ്പെടെ കയറി പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു. മുദ്രാവാക്യം ഉൾപ്പെടെ അവർ അവിടെ നിന്ന് വിളിക്കുന്നൊരു സാഹചര്യമുണ്ടായി. അവിടെ ആ സ്ഥലത്തുണ്ടായിരുന്ന MK രാഘവൻ MP അപ്പോൾ തന്നെ അവിടെ നിന്നും ഇറങ്ങി പുറത്തേക്ക് പോകാനുള്ള ഒരു ശ്രമം നടത്തി. അങ്ങനെ ഈ വാഹനം, MPയുടെ വാഹനം ഉൾപ്പെടെ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ തടഞ്ഞു നിർത്തി. വലിയ രീതിയിൽ വാക്കേറ്റമുണ്ടായി. പരസ്പരം ചേരിതിരിഞ്ഞുള്ള ചില മുദ്രാവാക്യങ്ങളുണ്ടായി. അതിനുശേഷം പ്രധാനപ്പെട്ട 4 കോൺഗ്രസ് നേതാക്കളെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഈ വാഹനം തടഞ്ഞതിൻ്റെ പേരിൽ, MK രാഘവൻ MPക്കെതിരെ മുദ്രാവാക്യം വിളിച്ചതിൻ്റെ പേരിൽ നടപടിയെടുക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചു. അതിൽ കല്യാശ്ശേരി, പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ ഇത്തരത്തിലുള്ള ഈ നടപടിയുടെ ഭാഗമായി സസ്പെൻഡ് ചെയ്യപ്പെട്ടു. അതിന് തൊട്ട് പിന്നാലെ ഈ സസ്പെൻഡ് ചെയ്യപ്പെട്ട നേതാക്കളെ അനുകൂലിച്ചുകൊണ്ട് ഒരു പരസ്യമായിട്ടുള്ള പ്രതിഷേധത്തിലേക്ക്, പരസ്യമായിട്ടുള്ള പ്രകടനത്തിലേക്ക് ഉൾപ്പെടെ കടക്കാൻ വേണ്ടി DCC നേതൃത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ആ വിഭാഗം തയ്യാറായി. അങ്ങനെ ഈ പ്രതിഷേധം പ്രഖ്യാപിച്ചതോടുകൂടി തന്നെ ഈ DCC നേതൃത്വം ഈ വിഷയത്തിൽ ഇടപെട്ട് ഒരു സമവായ ചർച്ചയ്ക്ക് നേതൃത്വം നൽകി. അങ്ങനെ DCC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള രജിത്ത് നാറാത്തിനെ സമവായ ചർച്ചയ്ക്ക് വേണ്ടി കുഞ്ഞുമംഗലത്തേക്ക്, പയ്യന്നൂരിലേക്ക് അയക്കുന്നു. സമവായ ചർച്ച നടത്തുന്നു. ആ സമവായ ചർച്ചയിൽ ഒരു തീരുമാനമെടുക്കുന്നു. ഈ സസ്പെൻഷൻ പിൻവലിക്കാനുള്ള തീരുമാനം DCCC KPC നേതൃത്വത്തെ അറിയിക്കാം. അതിന് പിന്നാലെ ഈ കോളേജിലെ നിയമനം, ആ നിയമനം താൽക്കാലികമായി ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ കൈക്കൊള്ളാമെന്നുള്ള ഒരു തീരുമാനം ആ യോഗത്തിൽ വെച്ചെടുക്കുന്നു. നാളെ 11 മണിക്ക്, അതായത് തീരുമാനമെടുത്തത് ഒരു ദിവസം വൈകുന്നേരമാണ്, മിനിഞ്ഞാന്ന് വൈകുന്നേരമാണ്. ഇന്നലെ 11 മണിയോടുകൂടി ആ കാര്യങ്ങളിൽ ഒരു തീരുമാനമുണ്ടാകുമെന്നുള്ള കാര്യം രജിത്ത് നാറാത്ത് അവിടെയുള്ള പ്രാദേശികമായിട്ടുള്ള
നേതാക്കൾക്ക് പ്രവർത്തകർക്ക് ഉറപ്പ് നൽകുന്നു. പക്ഷേ 11 മണിയായിട്ടും തീരുമാനമുണ്ടാകുന്നില്ല. 12 മണിയായിട്ടും തീരുമാനത്തിലേക്ക് കടക്കാതെ വന്നതോടുകൂടി ഈ പ്രവർത്തകന്മാർ ഒന്നടങ്കം രാജ്യസന്നദ്ധത അറിയിക്കുകയാണ്. തീരുമാനം നടപ്പിലാക്കാൻ വേണ്ടി ഒരു തരത്തിലും കഴിയാത്ത രജിത്ത് നാറാത്ത് കൂടി, അല്ലെങ്കിൽ അത്തരത്തിൽ അതിന് നേതൃത്വം കഴിയാത്ത രജിത്ത് നാറാത്ത് കൂടി ഇത്തരത്തിലൊരു രാജ്യസന്നദ്ധത DCC നേതൃത്വത്തെ അറിയിക്കുന്നു. അതിന് തൊട്ടു പിന്നാലെ ഒരു സമവായം അല്ലെങ്കിൽ ഒരു കോംപ്രമൈസ് എന്ന രീതിയിൽ ഭരണസമിതിയിലെ 5 പേരെ കൂടി DCC നേതൃത്വം പുറത്താക്കുന്നു. അതോടുകൂടി കൂടുതൽ പ്രശ്നമാവുകയാണ്. അതായത് DCC നേതൃത്വം ഇപ്പുറത്തെ 4 പേരെയും സസ്പെൻഡ് ചെയ്തു, അപ്പുറത്ത് നിൽക്കുന്ന 5 പേരെയും സസ്പെൻഡ് ചെയ്തു. ഒരു കോംപ്രമൈസ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു. അത് ഇരട്ടത്താപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ട് DCC നേതൃത്വത്തിൻ്റെ നിലപാട് അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ് ഇന്നലെ പരസ്യമായി പഴയങ്ങാടിയിൽ MK രാഘവൻ MPയുടെ കോലം കത്തിച്ചുകൊണ്ട് ആ കോലത്തിന് മുഖത്തടിച്ചുകൊണ്ട് അത് ചവിട്ടിമെതിച്ചുകൊണ്ട് വലിയ പ്രതിഷേധം നടത്തി. ആ പ്രതിഷേധത്തിന് ശേഷമാണ് ഇപ്പോൾ കൂടുതൽ പേർ രാജിവെക്കാനുള്ള സന്നദ്ധത അറിയിച്ചത്. അതിനിടയിലാണ് ഈ മണ്ഡലം കമ്മിറ്റി രാജിവെക്കാനുള്ള തീരുമാനത്തിലേക്ക് പോയത്. പിന്തുണയുണ്ടോ? രഹസ്യമായ എന്തെങ്കിലുമൊക്കെയുള്ള പിന്തുണയുണ്ടോ? കണ്ണൂരായതുകൊണ്ട് ചോദിച്ചതാ. തീർച്ചയായിട്ടും. അതായത് ഇതിനകത്ത് കോൺഗ്രസിൻ്റെ മുൻപേ തന്നെ കാലങ്ങളായുള്ള ഗ്രൂപ്പ് പ്രശ്നങ്ങളും ഈ നേതാക്കൾ തമ്മിലുള്ള ഒരു അസ്വാരസ്യങ്ങളും പടലപ്പിണക്കങ്ങളും ഒക്കെ ഈ ഒരു വിഷയത്തിനകത്തും MK രാഘവൻ വിരുദ്ധ പക്ഷം അല്ലെങ്കിൽ അത്തരത്തിൽ ഉള്ളൊരു പിന്തുണ ഇതിനകത്ത് ഉണ്ട്. പക്ഷേ എങ്കിൽ കൂടി ഇതിനകത്ത് പ്രവർത്തകരുടെ വികാരമാണ് കൂടുതൽ നേതാക്കൾ പറയുന്നത്. അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് അടികൊള്ളാൻ CPM-കാരുടെ നിന്നും അല്ലെങ്കിൽ DYFI-ക്കാരുടെ അടികൊള്ളാൻ കോൺഗ്രസ്, എന്നാൽ കോൺഗ്രസിൻ്റെ തന്നെ ഒരു സ്ഥാപനത്തിൽ അടിച്ചവരെ നിയമിക്കാൻ അതും കോൺഗ്രസ് എന്നുള്ളതാണ് അവർ പ്രധാനമായും പറയുന്ന ഒരു കാര്യവും. താങ്ക് യു. അർജുൻ കല്യാണാണ് നമുക്കൊപ്പം ചേർന്നത്. വളരെ പ്രധാനപ്പെട്ട വാർത്തയായിരുന്നു. അങ്ങനെ കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ, പ്രാദേശിക നേതാക്കൾ ഇപ്പോൾ പാർട്ടിയുമായി കലഹിച്ച് പുറത്തു പോകാൻ ഒരുങ്ങുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. അവർ ചോദിക്കുന്ന ചോദ്യം ഒരുപക്ഷെ ന്യായമായിരിക്കുമല്ലേ? അടി കൊള്ളാൻ കോൺഗ്രസ്, അടിച്ചവനെ നിയമിക്കാനും കോൺഗ്രസ്, ഇതെന്ത് ഏർപ്പാടാണപ്പാ എന്നാണ് MK രാഘവൻ MPയോട് ചോദിക്കുന്ന ചോദ്യം. പക്ഷെ നമുക്കതിൻ്റെ വസ്തുതകൾ അറിയണം. മെറിറ്റാണ് യഥാർത്ഥത്തിൽ മാനദണ്ഡമാക്കേണ്ടത്. ഏതെങ്കിലും വ്യക്തിയുടെ രാഷ്ട്രീയ ബന്ധങ്ങളല്ല ഒരു കോളേജ് അധ്യാപകത്തിന് അല്ലെങ്കിൽ അനധ്യാപക നിയമനത്തിന് വേണ്ടി വരുമ്പോൾ പ്രധാനപ്പെട്ട മാനദണ്ഡമാക്കേണ്ടത്.